സത്യമായും അവരെങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടില്ല മാഡം. കണ്ടില്ലെന്നോ? ആ പിന്നെന്തിനാണോ തന്നെ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിരിക്കുന്നത്? ആ, വാങ്ങിക്കുന്ന ശമ്പളത്തോടെ ഒരല്പമെങ്കിലും ആത്മാർത്ഥത കാണിച്ചൂടെ? സോറി മാഡം. താൻ്റെ ഒരു സോറി. കാണാതായ കുട്ടികൾ ആരുടെയൊക്കെ മക്കളാണെന്ന് തനിക്കറിയോ? ആ പത്മിനിയുടെ വീട്ടുകാരുടെ സ്വാധീനം മാത്രം മതി ഈ സ്കൂളിരിക്കുന്ന സ്ഥലം മുഴുവൻ ഉരുളെടുത്തു പോകാൻ. ആ, പറഞ്ഞു തീർന്നില്ല. 100 ആയുസാ. പപ്പിയുടെ മേഡം അത് ഞാൻ വിളിച്ചറിയിച്ചിരുന്നല്ലോ കുട്ടിയെ. കാണാനില്ലെന്നല്ലേ? അത് പറയാൻ വേണ്ടിയാണോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? അത് ഞങ്ങളുടെ പിഴവല്ല മിസ്റ്റർ രോഹിത്. പിന്നെ ഞങ്ങളുടെ പിഴവാണെന്നോ? സർ പ്ലീസ്, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കാൻ തയ്യാറാവണം. സർ, പത്മിനിയെ മാത്രമല്ല, അതേ ക്ലാസ്സിൽ പഠിക്കുന്ന സത്യ എന്ന പെൺകുട്ടിയും കൂടി ഒപ്പം കാണാതായിട്ടുണ്ട്. പപ്പിമോളെ കാണാതായോ? ശാലിനിയുടെ 2 മക്കളെ ഒരുമിച്ച് കാണാതായി. എത്രയും പെട്ടെന്ന് അവളെ വിവരം അറിയിക്കണം. മിസ് എന്താ ഈ പറയുന്നേ? സത്യയും പപ്പിയും ഒരുമിച്ച് കാണാതായെന്നോ? പ്ലീസ്, നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ നമുക്കിപ്പോൾ വേണ്ടത് നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലത്തിനൊരു സൊല്യൂഷനാണ്. അതിനാദ്യം സംഭവിച്ചത് എന്താണെന്ന് അറിയണം. ഒരല്പം ക്ഷമ കാണിച്ച സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് വിശദീകരിക്കാം.